സർക്കാരിനെ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. പാകിസ്ഥാൻ സൈന്യത്തിന് വളരെ വലിയ ഒരു സ്വാധീനം അവിടെയുണ്ട്. ആർമി വിത്ത് എ കൺട്രി എന്ന പഴഞ്ചൊല്ലിലേക്കാണ് വയത്ത് വന്നതെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ആർമിയുടെ ലെഗസി ഇല്ലാതായി കഴിഞ്ഞാൽ, ഇപ്പൊ പാകിസ്ഥാൻ ആർമി എന്നൊരു ലെഗസി ഉണ്ട്, അത് നാളെ ബലൂച്ച് ആർമിയും സിന്ധ് ആർമിയും ഖൈബർ ആർമിയും പഞ്ചാബ് ആർമിയുമായി മാറുകയും ഇവയെ നേരിട്ട് കൺട്രോൾ ചെയ്യുകയും ഇവയെ പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർമിക്ക് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രീതിക്ക് ഒരു സംഗതി ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പൊ ആർമിക്ക് കൺട്രോൾ എടുക്കാൻ പറ്റുന്നത്. അതിനെ ഇല്ലാതാക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ഇനി ആക്രമിച്ചാൽ തീർക്കും, പലതായിട്ട് വിഭജിച്ച് കളയും. അത് നമ്മളല്ല വിഭജിക്കാൻ പോകുന്നത്. കാരണം ഇനി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ബലോചിസ്ഥാനിൽ നിന്ന് അവരുടെ പാകിസ്ഥാൻ ആർമിയെ പിൻവലിക്കാനായിട്ട് ഓൾറെഡി സംസാരം നടക്കുന്നുണ്ട്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖ്വാജ ആസിഫ് തന്നെയാണ് പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ബലോച്ചിൽ ഓൾറെഡി നടക്കുന്ന ആഭ്യന്തര കലാപത്തിന്റെ ഇടയ്ക്ക് അവിടുത്തെ പട്ടാളക്കാരെ മുഴുവനോട് എടുത്തുകൊണ്ട് ബലോച്ചിന് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ പോലും. ബലോച്ച് ലിബറേഷൻ ആർമിക്ക് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് വേലി അങ്ങ് കെട്ടി അടച്ചാൽ മാത്രം മതി. ഇത് തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലും നടക്കും. അവിടെ ഓൾറെഡി അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി വിടാനായിട്ട് നിൽക്കുന്ന അഫ്ഗാൻസ് എല്ലാം അവിടെയാണുള്ളത്. അവിടെ നിന്ന് അവര് പോകുന്നില്ല തീരുമാനിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആക്രമണത്തിന് ഇന്ന് യാതൊരു സ്കോപ്പും ഇല്ലാത്ത സമയത്ത് വയ്യാത്ത എന്തിന് കയ്യാൽ കയറാൻ പോയി എന്ന് ചോദിക്കുന്നു.